സർക്കാരിന്റെ കണക്ക് പുസ്തകത്തിലെ കടങ്ങളുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പൊതുകടങ്ങളും ബാധ്യതകളും ചേർത്ത് 4.15 ലക്ഷം കോടി രൂപ. കണ്ണു തള്ളാൻ വരട്ടെ, മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 36.20%. ധന ഉത്തരവാദിത്വ നിയമപ്രകാരം 33.70% മാത്രമേ ആകാവുള്ളൂ എന്നിരിക്കെ നമ്മുടെ നാടിന്റെ കടം പരിധിയിൽ കൂടുതലാണെന്നും പറയുന്നുണ്ട്. റിസർവ് ബാങ്കിലൂടെ എടുക്കുന്ന കടത്തിന് പുറമെ കേന്ദ്രത്തിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പകളും പ്രൊവിഡന്റ് ഫണ്ടുകളും ട്രഷറി നിക്ഷേപവും ദേശസമ്പാദ്യ പദ്ധതി നിക്ഷേപവും ഒക്കെ ചേരുന്നതാണ് പൊതുകടവും ബാധ്യതകളും. എന്നാൽ GST നഷ്ടപരിഹാരവുമായി കേന്ദ്രം എടുത്തു തന്ന വായ്പ കൂടി ചേർത്തുകൊണ്ടാണ് നിരക്ക് ഇത്രയും കൂടിയെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അത് തിരിച്ചടക്കേണ്ടതോ കേന്ദ്രം തന്നെയാണ്. ആഭ്യന്തര ഉൽപാദനത്തിൽ പൊതുകടവും ബാധ്യതകളും തമ്മിലുള്ള അനുപാതം നടപ്പു വർഷം 32.80%, അടുത്ത വർഷം 32% കുറയണം. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനാവൂ എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഭൂരിഭാഗം ജനങ്ങളും കുറ്റപ്പെടുത്തുന്നത് നിലവിലെ സർക്കാരിനെ തന്നെ. നിലവിലെ സർക്കാരിന്റെ ഈ സംഭാവനയെ എന്നും സ്മരിക്കേണ്ടത് തന്നെയാണ്.